ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിനെ കുറിച്ചാണ്. എക്സൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സൽ എന്ന് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഉടനെ എക്സൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന വിൻഡോയിൽ എക്സലിന്റെ ഷീറ്റ് നിങ്ങൾക്ക് കാണാം. എ, ബി, സി, ഡി എന്നിങ്ങനെ കോളമായിട്ടും 1, 2, 3 എന്ന് റോ ആയിട്ടും നിങ്ങൾക്ക് കാണാം. ഇതില് പല ഓപ്ഷനുകളും ഇന്ന് നിലവിലുണ്ട്. ഉദാഹരണമായി ഫസ്റ്റ് സീരിയൽ നമ്പർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. പിന്നീട് നെയിം എന്ന് ടൈപ്പ് ചെയ്യുന്നു. കുട്ടിക്ക് കിട്ടിയ മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ 3 മാർക്കുകളാണ് ഞാൻ ഇന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ മാർക്ക് എന്നും ആഡ് ചെയ്യുന്നു. ശേഷം സീരിയൽ നമ്പർ 1, 2, 3 എന്നുള്ളത് വളരെ പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടി 1 എന്ന് ടൈപ്പ് ചെയ്തു, 2 എന്ന് ടൈപ്പ് ചെയ്തു, ശേഷം 2 കൂടി സെലക്ട് ചെയ്ത് ഈ ഒരു സ്ഥലത്ത് പ്ലസ് സിമ്പിൾ ആകുന്ന സമയത്ത് താഴോട്ട് പിടിച്ചു വലിക്കുക. ആ സമയത്ത് 10 വരെയുള്ള നമ്പേഴ്സ് ലഭിക്കുന്നു. ഇത് സെൻട്രലിലേക്ക് അലൈൻ ചെയ്യുന്നതിന് വേണ്ടി സെൻട്രൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മുകളിൽ പറഞ്ഞ സീരിയൽ നമ്പർ, നെയിം, ഫിസിക്സ് എല്ലാം സെൻട്രലിലേക്ക് അലൈൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നെയിം എന്നുള്ളത് കുറച്ചുകൂടി സ്പേസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രാഗ് ചെയ്തു. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാം. കുറച്ച് പേരുകൾ ടൈപ്പ് ചെയ്യുന്നു. അഹമ്മദ്, ഖലീൽ, ഷിൻഡോ, ജോസഫ്, ഇസ്ഹാഖ്, സാഹിബ്, അഹമ്മദ്, റഫീഖ്, സൽമാൻ, ഫാരിസ്, സുബൈർ, അഹമ്മദ്, അഷ്ഫാഖ്, ഷബീർ, അബൂബക്കർ, ഷരീഫ്. കുറച്ച് പേരുകളാണ് സെലക്ട് ചെയ്തത്. അവർക്ക് കുറച്ച് മാർക്കുകൾ കൊടുക്കുന്നു. ഏതെങ്കിലും കുറച്ച് മാർക്കുകൾ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഉദാഹരണമായി കുറച്ച് മാർക്കുകൾ ഞാൻ കൊടുത്തു. ശേഷം ബയോളജിയിൽ മാർക്കാണ്. ഈ ടോട്ടൽ കാണുന്നതിന് വേണ്ടി നിരവധി ഇക്വേഷനുകളുണ്ട്. ഉദാഹരണമായി ഈക്വൽ ടു, ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുക, പ്ലസ്, അഗൈൻ ക്ലിക്ക് ഹിയർ, പ്ലസ്, അഗൈൻ ക്ലിക്ക് ഹിയർ. ഇത് ക്ലിക്ക് ചെയ്ത് എന്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ടോട്ടൽ കാണാവുന്നതാണ്. മറ്റൊരു രീതിയിൽ നമുക്ക് ടോട്ടൽ കാണാൻ ഇതിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതിന്റെ ടോട്ടൽ ഇവിടെ കാണിക്കുന്നതാണ്. സം എന്ന സ്ഥലത്ത് ടോട്ടൽ കാണിക്കുന്നതാണ്. ഡയറക്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം 163. മറ്റൊരു രീതിയിൽ ഈക്വൽ ടു സം ബ്രാക്കറ്റ് സെലക്ട് ചെയ്യുക, കോമ പ്രസ് ചെയ്യുക, സെലക്ട് ചെയ്യുക, കോമ, സെലക്ട്, ബ്രാക്കറ്റ് ക്ലോസ്, എന്റർ കീ പ്രസ് ചെയ്യുക. മറ്റൊരു രീതിയാണ്
സമ്മ് കാണാൻ വേണ്ടിയിട്ട്. മറ്റൊരു രീതിയിൽ ഈക്വൽ ടു സം ബ്രാക്കറ്റ് ശേഷം ഇതിന്റെ റേഞ്ച് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സമ്മ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഇൻസേർട്ട് എന്നുള്ളതിലും അതുപോലെ തന്നെ പേജ് ലേഔട്ട്, മെനു, ഫോർമുലാസ്, ഡാറ്റ, റിവ്യൂ, വ്യൂ എന്നിങ്ങനെ പല മെനുകളും നിങ്ങൾക്ക് കാണാം. അതിൽ ഫോർമുലാസ് എന്നുള്ളതിൽ ഇൻസേർട്ട് ഫംഗ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് ആവശ്യമായ ഫംഗ്ഷൻ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഉദാഹരണമായി സം എന്ന് ക്ലിക്ക് ചെയ്ത് ഗോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സം സെലക്ട് ആവും. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന വിൻഡോയിൽ നമുക്ക് ആവശ്യമായ റേഞ്ച് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇങ്ങനെയും കാണാൻ സാധിക്കും. ഇതെല്ലാം വിവിധ തരത്തിലുള്ള സമ്മ് ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലകളാണ് സെറ്റ് ചെയ്തത്. ശേഷം ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സമ്മും ടോട്ടൽ സമ്മുകൾ എല്ലാം ഒരു ഭാഗത്ത് ക്രമീകരിക്കുന്നതാണ്. വ്യത്യസ്ത രൂപത്തിലുള്ള ആഡ് ചെയ്യാനുള്ള, സമ്മ് കാണാനുള്ള, ടോട്ടൽ കാണാനുള്ള വിവിധ രൂപങ്ങളാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തിയത്. ഇനി ആവറേജ് കാണുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.